Hello friends, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമുക്ക് എങ്ങനെ മാസങ്ങളോളം കേടുകൂടാണ്ട് സൂക്ഷിച്ചു വെക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു 200 ഗ്രാം വെളുത്തുള്ളി ഇതുപോലെ തൊലിയൊക്കെ പൊളിച്ച് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് കഴുകിയിട്ടൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു 200 ഗ്രാമാണ് ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് നേർ പകുതി അളവ് 100 ഗ്രാമിന് ഇഞ്ചി ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി ഈർപ്പമൊന്നും ഇല്ലാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതിൽ അധികം ഈർപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക. ഈ വെളുത്തുള്ളി ഇഞ്ചിയുടെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 200 ഗ്രാം ആണെങ്കിൽ 100 ഗ്രാം ഇഞ്ചി, അതാണ് അതിൻ്റെ ഒരു കണക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ കിട്ടുക, കറികൾക്കൊക്കെ കിട്ടുക. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അളവ്. അതുപോലെ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിനെ നമുക്കൊന്ന് ചെറിയ പീസസ് ആയിട്ട് ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇഞ്ചിയെല്ലാം ചെറുതായിട്ട് ഞാനിത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇത് ഈർപ്പമില്ലാണ്ട് നന്നായിട്ട് തുടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഇഞ്ചിയെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ക്ലീൻ ചെയ്ത് വെച്ചിട്ട് നമ്മളെ വെളുത്തുള്ളി അത് മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആദ്യം നമ്മൾ പൾസ് മോഡിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കുറച്ച് ക്രഷായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്പാറ്റിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഉപ്പ് ഒന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് ചട്ടിയിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയതാണ്. ഉപ്പിൽ ഒരു ചെറിയ ഈർപ്പം ഉണ്ടാവുമല്ലോ, അത് പോകാൻ വേണ്ടിയിട്ട് റോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ, നമ്മുടെ കുക്കിംഗ് ഓയിൽ 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പും എണ്ണയെന്ന് പറയുന്ന ഒരു നാച്ചുറൽ പ്രിസർവേറ്റീവാണ്. ഇനിയിപ്പോൾ അത് അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതും നല്ലൊരു ആൻറ്റി ബാക്ടീരിയലാണ്. അപ്പോൾ ഇത് കുറേ ദിവസം നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി കേടുകൂടാതെ ഇരുന്നോളും. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഒന്നുകൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് റെഡിയായി. ഇനിയിപ്പോൾ ഞാനൊരു ഗ്ലാസ് ജാറിലോട്ട് എടുത്ത് വെക്കുകയാണ്. ഈ മഞ്ഞൾപ്പൊടി ഇടുന്നതുകൊണ്ട് വേറൊരു ഗുണം കൂടെ ഉണ്ട്. ഇതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്, അതായത് ആ കളർ അങ്ങനെ തന്നെ നിൽക്കും. ചിലപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നമ്മൾ തയ്യാറാക്കി വെക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് കുറച്ചൊരു കളർ ചേഞ്ചായി ഡാർക്കാവും. ഇതങ്ങനെയൊന്നും വരില്ല. ഈ കളറിൽ തന്നെ ഇത് നമ്മൾ തീരുന്നത് വരെ ഈ ഒരു ഫ്രഷ്നെസ്സോടുകൂടി തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഗ്ലാസ് ജാറിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ഇതൊരു ജാമിൻ്റെ ബോട്ടിലാണ് കേട്ടോ. അത് ഞാൻ സ്ഥിരമായിട്ട് ഇതിലാണ് ഞാൻ എൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് സൂക്ഷിച്ച് വെക്കാറ്. എനിക്കെപ്പോഴും ഫ്രിഡ്ജിൽ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം, ഇല്ലാന്നെങ്കിൽ എനിക്ക് ജോലിയൊന്നും അങ്ങ് നടക്കില്ല.
എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്കൊരു 6 മാസം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വലിയ ലൈക്ക് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.